ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നന്നാറി സ്ക്വാഷ് അല്ലെങ്കിൽ നറുനീണ്ടി സ്ക്വാഷ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നറുനീണ്ടിയുടെ വേരാണ്. നമ്മളിത് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 1 കിലോ പഞ്ചസാരയാണ്. 100 ഗ്രാം നറുനീണ്ടിക്ക് വേരിന് നമുക്ക് 1 കിലോ പഞ്ചസാര. ഇതാണ് കണക്ക്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ നറുനീണ്ടി വേര് നല്ലോണം കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. നറുനീണ്ടിയുടെ വേര് നല്ലോണം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, കുക്കറിലിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് വേവിച്ച് എടുക്കാൻ പോണെയാണ്. നമുക്ക് പാത്രത്തിലിട്ട് വേണമെങ്കിലും വേവിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു നല്ല കലത്തിലോ നല്ല പാത്രത്തിലിട്ടോ നമുക്ക് വേവിക്കാം. അപ്പോൾ അത് കുറേ സമയം എടുക്കും, പിന്നെ ഗ്യാസും കുറയാവും. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിലിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 ലിറ്റർ വെള്ളമാണ് ഇതിന് വേണ്ടത്. അത് വറ്റി 1 ലിറ്റർ വെള്ളം ആവുന്ന വരെ ഇത് നല്ലോണം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് നറുനീണ്ടി വേര് ഇതിനകത്തിട്ടിട്ട് കുക്കറിനകത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. വിസിൽ വന്ന ഒരു 7-8 വിസിൽ വരുന്ന പോലെ വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിൽ വേവിച്ച നന്നാറി വേരിൻ്റെ സിറപ്പ് ആയിട്ടുണ്ട്. അതാണ് ഇത് കണ്ടോ, നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്, അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ 1 കിലോ പഞ്ചസാര ഇതിലേക്കിട്ട് ഒരു ചീനച്ചട്ടിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇത് സിറപ്പാക്കി എടുക്കാം. നമ്മളൊരു വലിയ ചീനച്ചട്ടിയിൽ ആ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കിലോ പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 1 കിലോ പഞ്ചസാര നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് സിറപ്പായിട്ട് എടുക്കാം. ഒരു 10 മിനിറ്റ്സോളമെങ്കിലും ഇത് നല്ലോണം തിളച്ച് വരണം. എന്നാൽ മാത്രമേ ഇത് സിറപ്പാവുള്ളൂ. ഇപ്പോൾ കണ്ടോ, വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇത് സിറപ്പിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം. നല്ല തിക്കായിട്ട് ആക്കിയെടുക്കണം. കുറച്ചുകൂടെ വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇത് സിറപ്പാക്കിയെടുക്കണം കേട്ടോ. നമ്മളുടെ നന്നാറി സ്ക്വാഷ് അല്ലെങ്കിൽ നറുനീണ്ടി വെച്ച് വേര് വെച്ച് ഉണ്ടാക്കിയ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇത്രയും തിക്കായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ നേരത്തെ കാണുമ്പോൾ നല്ല വെള്ളം ആയിട്ടിരുന്നു. ഇത് നമ്മൾ ഇത് വറ്റിച്ചെടുത്ത് നല്ലോണം ഇങ്ങനെ സിറപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ വേര് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് പച്ചമരുന്ന് ആയുർവേദ കടയിലാണ് നമുക്ക് ഈ വേര് മേടിക്കാനായിട്ട് കിട്ടുന്നത്. അവിടെ പോയിട്ട് നമുക്കൊരു 100 ഗ്രാം വേണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും. അങ്ങനെയാണ് ഇത് വേര് ഞാൻ മേടിച്ചത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഈ ഹെൽത്തി ആയിട്ടുള്ള നന്നാറി സ്ക്വാഷിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ജ്യൂസ്, നാരങ്ങ വെള്ളമോ ഏത് ജ്യൂസിലാണെങ്കിലും ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. വേനൽക്കാലത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സിറപ്പും കൂടിയാണ്. കുറച്ചെടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് അതിലേക്ക് മിക്സ് ചെയ്താൽ മതി. മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. Thank you.